ഒരു കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ നടക്കുന്നത് എങ്ങനെയാ? പാപം പെരുകുന്നത് എങ്ങനെയാ? ദാവീദിന്റെ മകൻ ശലോമോൻ സദൃശവാക്യം 23:30 മുതൽ വളരെ വ്യക്തമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും ഉള്ള ഒരു ദൂത. ഹലോ, വീഞ്ഞ് ചുവന്ന് തിളങ്ങുന്നതും, മനസ്സിലായില്ലേ? ഒരു ഗ്ലാസിൽ ബ്രാൻഡി, ബിസ്കി, റമ്മ് ഒഴിച്ചു വെക്കുമ്പോൾ അത് ചുവന്ന് തിളങ്ങും. യഥാർത്ഥമായ ഒരു ദൈവവൈതൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവവൈതൽ അത് നോക്കരുത്. ചുവന്ന് തിളങ്ങും. നിനക്കത് കുടിക്കുവാനുള്ള ടെൻഡൻസി സാത്താൻ നിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ആമേൻ. കരമുയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞേ. ആരാടാ ഈ വേട്ടക്കാരൻ? നിനക്ക് അവൻ ഒരുക്കുന്ന കെണി കണ്ടോ? നിന്നെ തകർത്ത് കളയുവാൻ അവൻ ഒരുക്കി വച്ചിരിക്കുന്ന നാശകരമായ ഒരു കുഴി കണ്ടോ? ഇവിടെ ശലോമോൻ വെളിപ്പെടുത്തുകയാ. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. അടുത്ത്, നീ അത് നോക്കിയാൽ, നീ അത് രുചിച്ചാൽ, നീ അത് കഴിച്ചാൽ അത് സർപ്പം പോലെ കൊത്തും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് നേരെ ചൊവ്വേ ഇരിക്കത്തില്ല, അത് പരസ്ത്രീകളെ നോക്കും. അടുത്തത്, നിന്റെ ഹൃദയം നല്ലത് പറയത്തില്ല, അത് വക്രത പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ നിന്റെ അകത്തളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സാത്താൻ നിന്നെ പലതും ചെയ്യുവാൻ അവൻ പ്രേരിപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി പാപത്തിന്റെ വഴിയിലേക്ക് കൊണ്ടിട്ട് അവനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാതെ വേണ്ട അവനെ നശിപ്പിക്കാൻ നോക്കുന്ന വേട്ടക്കാരൻ. ആമേൻ. എന്ന് വെച്ചാൽ നിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ഏതോ ഒരു സ്പിരിറ്റ് ആ വ്യക്തിയുടെ അകത്ത് കയറി വന്ന് അവരെ കൊണ്ട് കൊള്ളരുതാത്ത പാപങ്ങൾ ചെയ്യിപ്പിക്കുകയും അവനെ അക്രമശക്തനാക്കുകയും ചെയ്യും. ആമേൻ. 2, ചില കെണിയിലേക്ക്, ചില കുരുക്കിനകത്തേക്ക് അവനെ പെടുത്തും. എന്ന് വെച്ചാൽ അവനെ പലരെയും കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ സാത്താൻ അവന്റെ മേൽ കൊണ്ടിടും. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നതും അത് ചുവന്ന് തിളങ്ങുന്നതും നീ നോക്കരുത്. അത് നോക്കിയാൽ, അത് കുടിച്ചാൽ നീ സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. ആമേ. നീ നടുകടലിൽ ക്ഷയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നവനെ പോലെയും നീ ആയിരിക്കും. നിന്റെ നാവ് ശരിയായ ദിശയിൽ സംസാരിക്കത്തില്ല. അത് കേട്ട് പലരും വന്ന് നിന്നെ പ്രയോഗിക്കും. അപ്പോൾ നീ പറയും, എനിക്ക് നൊന്തില്ല, അവർ തല്ലിയത് ഞാൻ അറിഞ്ഞില്ല. കാരണം നിന്റെ അകത്ത് കയറിയ മയക്കുമരുന്ന്, നിന്റെ അകത്ത് കയറിയ മദ്യം നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും.